മാനേജിംഗ് എഡിറ്റർ ആൻഡ്രൂ അഗസ്റ്റിൻ ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് നമ്മൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. കേവലം വാചകത്തിലല്ല, പ്രവൃത്തിയിലേക്ക്, ഒരു നന്മയുടെ പാതയിലേക്ക് എല്ലാവരും നാടൊരുമിച്ച് നീങ്ങേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദുരന്തം ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് നഷ്ടപ്പെട്ട സംവിധാനങ്ങളെ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. ഒരു 150 ഏക്കർ സ്ഥലം എടുക്കുക, അതിൻ്റെ അകത്ത് ഒരു 300 വീടോളമാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതുകൂടാതെ നമുക്കൊരു 300 വീടോളം അതിനോട് ചേർന്നിട്ട് ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാം കൂടി ഒരു 10-600 വീട് അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇതേ സെയിം ചൂരൽമല വേറൊരു സ്ഥലത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയാണോ വീടുകൾ നഷ്ടപ്പെട്ടത്, എത്രയാണോ വീട് ഭീഷണിയിലുള്ളത്, അവരെ മുഴുവൻ റീക്രിയേറ്റ് ചെയ്യുന്ന നിലയിലേക്ക് ഈ പറഞ്ഞ സംവിധാനത്തെ മാറ്റാൻ റിപ്പോർട്ടർ TV കഴിയും. അത് റിപ്പോർട്ടർ TV പ്രതിജ്ഞാബദ്ധമാണ്. റിപ്പോർട്ടർ TVനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ മതസാമുദായ സംഘടനകൾ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി തയ്യാറാണ്. അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാതൃകയായിരിക്കും. കേരളത്തിനും ഇന്ത്യക്കും തന്നെ അതൊരു വലിയ രീതിയിലുള്ള മാതൃകയായിരിക്കും എന്നാണ് സുജിയ ഞാൻ വിചാരിക്കുന്നത്. കാരണം ആൾക്കാർ എപ്പോഴും പാനിക്കാകുകയാണ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ആൾക്കാർ എപ്പോഴും പാനിക്കാകുകയാണ് ചെയ്യുക. ആ പാനിക്കാകുന്ന സംവിധാനത്തിൽ നിന്ന് മാറ്റി അവർ ഈ പറഞ്ഞ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ അത്രയല്ലെങ്കിൽ കൂടെ അവർക്ക് നഷ്ടപ്പെട്ടൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ കൂടെ അവരെ ഭൗതികമായി നഷ്ടപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ഞാൻ പറഞ്ഞില്ല, താഴെ നമുക്ക് ശിവക്ഷേത്രം സുജിയ വന്ന് കണ്ടതാണല്ലോ. ആ സ്ഥലങ്ങൾ മുഴുവൻ സുജിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവരുടെ വികാരമാണ്. അവിടുത്തെ പള്ളി എന്ന് പറയുന്നത് അവരുടെ വികാരമാണ്. ഇതൊക്കെ ഒരു സ്ഥലത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സർക്കാർ ചെയ്യുന്നതിനേക്കാളും ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, ആരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് മേടിക്കാൻ പറ്റും. ഇനി മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും തയ്യാറാണ്. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള പ്ലാൻ ഇതിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്കത് വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ഇരുളും മറഞ്ഞു, ഇനി നമുക്ക് വെളിച്ചം വന്നു. ഈ വെളിച്ചത്തിന് മേലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഈ സമയം എന്ന് പറയുന്നത് 2 ദിവസം മുൻപ് ശുചിയുള്ള പോലെ അല്ല ഇപ്പം. കാരണം വെള്ളം ഒരു പരിധി വരെ ഒഴുകിപ്പോയി. ഇനി ജനങ്ങൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും. ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ മുൻപിൽ അധികം സമയമില്ലാതെ ഒരു പ്രൊജക്റ്റ് വെക്കണം. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ നമ്മളൊരു വീട് വെച്ച് കൊടുക്കുക, ഒരു 450-500 സ്ക്വയർ ഫീറ്റ് വീടാണല്ലോ നമ്മൾ വെക്കുക. പക്ഷേ അതിനേക്കാളും അപ്പുറം നമ്മളൊരു 3 ബെഡ്റൂമുള്ള കുറച്ചുകൂടി വിശാലമായ വീട്, ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലത്തിന് പകരമായിട്ടൊരു 15 സെൻറ്റിന് മേലെ സ്ഥലം, 15-20 സെൻറ്റ് സ്ഥലം, അതിൽ കൂടെ തന്നെ ഒരു പള്ളി, അതുപോലെ അമ്പലം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി. ഇപ്പോൾ അടുത്ത കാലങ്ങളിലാണ് ഇവിടെ ഈ 2 നില വീടുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 നില വീട് പണിയാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ മുഴുവനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ അപ്പുറം ഈ പറഞ്ഞ സ്കൂളുകളും പിന്നെ ഈ പറഞ്ഞ ഹെൽത്ത് സെൻ്ററുകൾ, ഈ പറഞ്ഞ അമ്പലം, പള്ളി, അതുപോലെ തന്നെ അടുത്തടുത്ത വീടുകളുണ്ടായിരുന്നവർ അവരെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, അതിനനുസരിച്ച് വേണ്ട എല്ലാ സംവിധാനങ്ങളും നിർത്തിക്കൊണ്ട് ചെയ്യാനാണ് സുജിയ ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ ആർമി വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ 300-ഓളം 350-ഓളം വരുന്ന ജേർണലിസ്റ്റുകൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. റീക്രിയേഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകുക. ആ മാറ്റത്തിന് നമ്മൾ ഒരു ഭാഗവാക്കാകുക എന്നുള്ളത് മാത്രമേ റിപ്പോർട്ടർ TV ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ വേണ്ട സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ എടുത്തു കൊടുക്കും. നമ്മുടെ കയ്യിലുള്ള സ്ഥലം അവർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. ഇനി പുതിയ സ്ഥലം എടുത്തു കൊടുക്കണമെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കാം. +100 വീടും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തു കൊടുക്കാം. അതിൻ്റെ കൂടെ ഇപ്പോൾ വിശ്വഭാരതി സ്കൂൾ പണിത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടിങ് എല്ലാം കൂടി വലിയ രീതിയിലുള്ള ഒരു റീക്രിയേഷൻ ചൂരൽമലയ്ക്ക് വേണ്ടി നടത്താൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ വിജയമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സുജിയ. തീർച്ചയായും ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, ഇതിൽ താങ്കൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടതാണ്. റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം കേവലം ആ വാർത്ത അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത് മടങ്ങുകയല്ല, അവിടെയുള്ള ജനങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ സർക്കാരിനൊപ്പം നിൽക്കുക എന്ന ഒരു തീരുമാനമാണ് താങ്കൾ എടുത്തത്.